ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. റാഗി നമ്മുടെ കോറയില്ലേ, അത് വെച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ലഡുവാണ്. റാഗിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. കുട്ടികൾക്കും കൂടെ നല്ല ഇഷ്ടമാവും കേട്ടോ. റാഗി കഴിക്കാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചെറുതായിട്ട് വേണം നമ്മുടെ തേങ്ങയൊന്ന് ചിരവിയെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 10 ദിവസമൊക്കെ ഈ ലഡു കേടുവരാതിരിക്കും കേട്ടോ. അതിനാണ് നമ്മുടെ ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. ഏകദേശം നന്നായിട്ട് നമ്മുടെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 50 ഗ്രാം അളവിൽ നിലക്കടലയാണ് കേട്ടോ. അതുകൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നല്ലപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ നിലക്കടല ഒരു 5 മിനിറ്റ് തന്നെ വറുത്തെടുക്കാം കേട്ടോ. നല്ലപോലെ ഗോൾഡൻ കളറായി വരുന്നവരെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ റാഗി ലഡുവിൽ ഈ നിലക്കടല ചേർക്കുമ്പോൾ ആ റാഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല ഒരു നിലക്കടലിൻ്റെ ഫ്ലേവറാണ് കേട്ടോ കിട്ടുക. അതുകൊണ്ട് നല്ലപോലെ വറുത്ത് വേണം നമ്മുടെ നിലക്കടല എടുക്കാനായിട്ട്. അതൊന്ന് ചൂടാറി വരട്ടെ. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 3 വെള്ളം ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഉരുകാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 കിലോ അളവിൽ റാഗിപ്പൊടിയാണ് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരണം. സിമ്മിൽ വെച്ച് വേണം വറുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. സിമ്മിൽ വെച്ച് തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തിട്ട് ലഡു തയ്യാറാക്കുമ്പോൾ നമ്മുടെ ലഡുവിന് ആ റാഗിൻ്റെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാകും. ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ അളവിൽ റവ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. പൊടി കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് വറുത്താൽ മതിയാകും. ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ബെല്ലമൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം. ഇതുപോലെ ക്രഷായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ റാഗിപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചൂടാറിയിട്ട് വേണ്ട ഉരുട്ടാനായിട്ട്. നമ്മുടെ പൊടിച്ച് വെച്ച നിലക്കടല അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചില്ലേ തേങ്ങ അതുകൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ വറുത്തിട്ട് ഈ റവ ലഡു തയ്യാറാക്കുമ്പോൾ ആ റാഗിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല കേട്ടോ. സോറി, റവ ലഡു അല്ല, റാഗി ലഡു. എന്നിട്ട് നമുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഒരു പാനി ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ല ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അതുപോലെ അമർത്തി പ്രസ് ചെയ്തിട്ട് വേണം ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതാണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഷേപ്പിലാക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ലഡു തയ്യാറായി കിട്ടും കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. പിന്നെ നമ്മുടെ നിലക്കടല പൊടിക്കുന്ന സമയത്ത് നല്ലപോലെ അങ്ങ് പൊടിയരുത് കേട്ടോ. ഇതുപോലെ ചെറിയ തരികളായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ നിലക്കടലയും റാഗിയും എല്ലാം വറുത്ത് ചേർക്കുന്നത് കൊണ്ട് ഇതിക്ക് റാഗിൻ്റെ ഒരു സ്മെല്ലുണ്ടാവില്ല കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു അളവിൽ നമുക്ക് ഏകദേശം ഒരു 11 റാഗി ലഡു തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഇത് ഷെയറും കൂടെ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോഫ്റ്റ് റാഗി ലഡുവാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.